നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി പറയാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക്, ഇതിപ്പോൾ മിഥുനമാസമാണല്ലോ, അപ്പോൾ ഈ മിഥുനമാസത്തിൽ തുടങ്ങി വരുന്ന ഓണക്കാലം, അതായത് ചിങ്ങം വരെ എന്ന കണക്കിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 3 മാസക്കാലം വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭ്യമാകാൻ പോവുകയാണ്. ഇവിടെ ഇത് ജൂൺ മാസം കഴിഞ്ഞ 15-നാണ് സൂര്യൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ ഇതേപോലെ ഇനി മറ്റൊരു മാറ്റം വരാൻ പോകുന്നത് ചിങ്ങത്തിലായിരിക്കും സൂര്യൻ. അപ്പോൾ തൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങത്തിലേക്കുള്ള ഈ സൂര്യൻ്റെ മാറ്റം ഇതിലും നേട്ടമായിരിക്കും ചിങ്ങമാസത്തോടു കൂടിയും ചില നക്ഷത്രക്കാർക്ക് നൽകാൻ പോകുന്നത്. അപ്പോൾ ഈ മിഥുനം തൊട്ട് വരുന്ന ചിങ്ങം വരെയുള്ള 3 മാസക്കാലം, മിഥുനം, കർക്കിടകം, ചിങ്ങം, അങ്ങനെയുള്ള കണക്ക് 3 മാസക്കാലം വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു കുറച്ച് നക്ഷത്രക്കാർക്ക്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട രാശിമാറ്റമാണ് 15-ാം തീയതി സൂര്യൻ നടത്തിയിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഓരോ രാശിമാറ്റവും 27 നക്ഷത്രക്കാരിലും വളരെയധികം പ്രഭാവം ചെലുത്തുന്നുണ്ട്. എങ്കിലും ഒരല്പം ഗുണാനുഭവങ്ങൾ കൂടുതലായി ചില നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് 9 നക്ഷത്രക്കാർക്കാണ് ഈ വലിയ ഒരു മാറ്റം സൂര്യൻ്റെ മിഥുനം രാശിയിലേക്കുള്ള ഈ സംക്രമണം നിമിത്തം വന്നു ചേരാനായി പോകുന്നത്. അപ്പോൾ ഈ 9 നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെ വലിയ ഒരു പുരോഗതി ഉണ്ടാകുന്നതാണ്. അത് 15-ാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുന്നു. ചിങ്ങമാസം വരെയുള്ള സമയം, അതായത് 3 മാസക്കാലം വളരെ വലിയ നേട്ടങ്ങളാണ് സൂര്യൻ ഈ 9 നക്ഷത്രക്കാർക്ക് പ്രദാനം ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, സൂര്യൻ പ്രതിനിധീകരിക്കുന്നത് ഒരു വ്യക്തിക്ക് ഉത്സാഹമുണ്ടാകാൻ, ആത്മവിശ്വാസം വർദ്ധിക്കാൻ, തേജസ് ഉണ്ടാകുന്നു, പ്രഭുത്വം ഉണ്ടാകുന്നു, അഭിമാനം ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള പല മേഖലകളെയാണ് സൂര്യൻ പ്രതിനിധീകരിക്കുന്നത്. അതായത് ഓരോ ഗ്രഹങ്ങളും ഓരോ കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സൂര്യൻ ഒരു വ്യക്തിക്ക് എല്ലാ വിധത്തിലുമുള്ള ഉത്സാഹത്തെ നൽകുന്നുണ്ട്. ആത്മവിശ്വാസം, താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാകുന്നതിനും സൂര്യൻ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. അതേപോലെ സൂര്യ തേജസ് എന്ന് പറയില്ലേ, അതുപോലെ തേജസ് വർദ്ധിക്കുന്നതിന്, പ്രഭുത്വം ഉണ്ടാകുന്നതിന്, അഭിമാനം ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളിലാണ് ഭഗവാൻ സൂര്യൻ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന 9 നക്ഷത്രക്കാർക്കും അവർ ഏത് മേഖലയിലാണോ കർമ്മം ചെയ്യുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ട ഉത്സാഹം ഉണ്ടാകുന്നതാണ്. ആത്മവിശ്വാസം, ഗണ്യമായ തോതിലുള്ള മാറ്റം നിങ്ങൾക്കുണ്ടാകും. തളരുകയില്ല, ഉയർച്ചയാണ് എന്നൊരു തോന്നൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും. ഈ മിഥുനം മുതൽ വരുന്ന ചിങ്ങം വരെയുള്ള ഒരു 3 മാസ കാലയളവിൽ നിങ്ങൾക്കിതൊക്കെ അനുഭവത്തിൽ വരുമെന്നത് എഴുതി വച്ചിരിക്കുന്ന സത്യമാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ. ഇനിയുള്ള സമയങ്ങൾ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രവർത്തികളിലൂടെ അത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇവിടെ 9 നക്ഷത്രക്കാർക്ക് ഈ മിഥുനം മുതൽ ചിങ്ങം വരെയുള്ള സമയം വളരെയധികം നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. നേട്ടമെന്ന് പറയുമ്പോൾ എല്ലാ വിധത്തിലും ഭാഗ്യാനുഭവം നിങ്ങൾക്ക് വന്നു ചേരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. സൂര്യഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കുക. രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്ന് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കതവ് തുറന്ന് വെള്ളോട്ട് നോക്കുമ്പോൾ ഭഗവാൻ സൂര്യനെ കാണുമല്ലോ. അന്നേരം ആ കൈകൾ നെഞ്ചോട് ചേർത്ത് കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കുക. ഭഗവാനെ, ഇന്നത്തെ എൻ്റെ ദിനം ധന്യമാക്കി തരണേ, ഒരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ എന്നെ കാത്തോളണേ. ഇങ്ങനെ ഈ 3 മാസക്കാലമെങ്കിലും നിങ്ങളൊന്ന് തുടർച്ചയായി ഒന്ന് ചെയ്തു നോക്കിയാട്ടെ. വളരെ വലിയ മാറ്റം വരും. എന്നത് കൂടാതെ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ചര്യ മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. വളരെ വലിയ ഒരു മാറ്റം ഈ മിഥുന മാസം മുതൽ വരുന്ന ചിങ്ങം വരെയുള്ള ആ ഒരു കാലയളവിൽ 9 നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ സൂര്യൻ നിമിത്തം എല്ലാവിധ ഭാഗ്യാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു 7 ദിവസത്തിനൊക്കെ ശേഷമുള്ള സമയം അത് മനസ്സിലാകുന്നതാണ്. ആ 9 നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിലേക്ക് കടക്കാം. മകയിരം, തിരുവാതിര, പുണർതം, ഈ 3 നക്ഷത്രക്കാർക്ക്, അപ്പം മിഥുനം രാശിവരെ നക്ഷത്രങ്ങളാണ്. ഇവരുടെ 3-ാം ഭാവത്തിലേക്കാണ് സൂര്യൻ പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വിജയത്തെ സൂചിപ്പിക്കുന്ന ഭാവമായതിനാൽ തന്നെ നിങ്ങൾക്ക് പ്രവർത്തികളിലൂടെ ബഹുമാന്യത വന്നു ചേരുമെന്ന് വെച്ചാൽ വിശദമാക്കാം.
ചെയ്യുന്ന പ്രവൃത്തികൾ വിജയിക്കും. അതുവഴി മറ്റുള്ളവരുടെ പ്രശസ്തി, അംഗീകാരം, വാഗൊണ്ടുള്ളതായും അല്ലെങ്കിൽ പ്രവൃത്തി, അതായത് ആദരവുകൾ ലഭിക്കും. നമ്മൾ പറയാറുണ്ട്, കുട്ടികളൊക്കെ വിദ്യ കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ, ഉന്നത മാർഗ്ഗ കരസ്ഥമാക്കുമ്പോൾ അവിടെ അവർക്കൊരു ആദരവൊക്കെ കൊടുക്കില്ലേ എന്ന് പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുന്നതായ നല്ല കാര്യങ്ങൾ ഒക്കെയുള്ളവർക്ക് മനസ്സിലാക്കാനും അതുവഴി നിങ്ങൾ ചെയ്ത ആ പ്രവൃത്തിയെ ഓർത്ത് നിങ്ങൾക്ക് അഭിമാനം കൊള്ളാനും സാധിക്കും. ആദരവ് വന്നു ചേരും. നിങ്ങൾക്ക് പൊതുമധ്യത്തിൽ ആളുകളുടെ ഒരു ബഹുമാന്യത വന്നു ചേരും. സമൂഹത്തിൽ നിന്ന് സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങൾ ഇതൊക്കെ വന്നു ചേരും. കാരണം സൂര്യൻ ഇവിടെ പ്രതിനിധീകരിക്കുന്ന ഉത്സാഹം, ആത്മവിശ്വാസം, തേജസ്, പ്രഭുത്വം, അഭിമാനം തുടങ്ങിയ കാര്യങ്ങളെയാണ്. അപ്പോൾ ഇവിടെ സൂര്യൻ്റെ അനുഗ്രഹം നിമിത്തം സമൂഹത്തിൽ മാന്യത വന്നു ചേരും. ചെയ്യുന്ന പ്രവൃത്തികളിൽ മറ്റുള്ളവർക്ക് നമ്മളോട് ആദരവ് തോന്നുന്ന രീതിയിലേക്ക് നമ്മൾക്ക് ഉയരാനായി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ വാക്കുതർക്കങ്ങൾ ഒഴിവാക്കുക. അതായത് വാക്കുകൾ കൊണ്ട് നമ്മൾക്കെല്ലാം ശരിയാണ്, നമ്മളറിയാം, നമ്മളെല്ലാവരെയും നേരെയാക്കി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ശരിയും തെറ്റുമുണ്ടാകും ഏത് കാര്യത്തിനും. അപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായി ശ്രമിക്കുകയാണ്. ഈ ഒരു സമയം നമുക്ക് ആത്മവിശ്വാസം ഗണ്യമായ തോതിൽ ഉയരും. അതാണ് സൂര്യൻ്റെ ഒരു പ്രഭാവം. അതിൻ്റെതായ ഒരു ആത്മവിശ്വാസം, ഓവർ കോൺഫിഡൻസ് ചിലപ്പോൾ വിനയായി മാറും. കാരണം ഞാൻ പറയുന്നത് ശരിയാണ്, എനിക്ക് ഏത് കാര്യത്തിലും ഇടപെടാം എന്നൊരു തോന്നൽ ചിലപ്പോൾ ഉളവായേക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് വാക്ക് തർക്കങ്ങൾക്ക് പോകാതിരിക്കുക. ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നു ചേരാനുള്ള സാധ്യത ഉണ്ടാകാനും അപ്പോൾ ഈ വാക്ക് തർക്കങ്ങൾ നിമിത്തം കാരണമാകും. കേസ്, കോടതി, തർക്കം എന്നിവ ഏതെങ്കിലും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറാനുള്ള ഒരു സമയം കൂടി ഇവിടെയാകുന്നുണ്ട്. അപ്പോൾ വസ്തു തർക്കങ്ങളോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിമിത്തം കേസ്, കോടതി, വഴക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിലനിൽക്കുന്ന മകയിരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ അതിൽ നിന്ന് ഈ 3 മാസ കാലയളവിനുള്ളിൽ വിടുതൽ വന്നു ചേരുമെന്നത് സത്യം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ഉണ്ടാകും, സമാധാനം വന്നു ചേരും. നിങ്ങൾ വസിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഒരു സമാധാന അന്തരീക്ഷം, പോസിറ്റിവിറ്റി സംജാതമാകുന്നത് കൂടിയായിരിക്കും. അതേപോലെ ഇൻ്റർവ്യൂകളിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് ഈ 3 മാസക്കാലം, മകയിരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാർക്ക് ഈ 3 മാസക്കാലം അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കും. കൂടാതെ വിദേശ ഭാഗ്യം കാണുന്നുണ്ട്. വിദേശ യോഗം, വിദേശവാസം, വിദേശ ധനസമ്പാദ്യം തുടങ്ങിയവയും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ 3 മാസക്കാലം ഒരു 90 ദിവസം എന്ന് പറയാം. അപ്പോൾ ആ ഒരു കാലയളവിനുള്ളിൽ വളരെ വലിയ മാറ്റങ്ങൾ, വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന മകയിരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാർക്ക് ഓണക്കാലത്തിനുള്ളിൽ തന്നെ നിങ്ങൾ വിദേശത്ത് എത്തിയിരിക്കും. നിങ്ങൾക്ക് സൂര്യൻ്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ വിദേശ യോഗം കാണുന്നുണ്ട്. ഇൻ്റർവ്യൂകളിൽ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ചെന്ന് ചേരുന്ന ഏത് കാര്യങ്ങളിലും വിജയം കരസ്ഥമാക്കാനും ഭഗവാൻ സൂര്യൻ കടാക്ഷിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിക്കുക. മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇന്നുള്ളതെല്ലാം. അപ്പോൾ അത് നിങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം, സൂര്യദേവൻ്റെ അനുഗ്രഹം കൂടി ഇവിടെ കടാക്ഷം കൂടി എത്തിയിരിക്കുന്നതിന് വളരെയധികം നേട്ടത്തിൻ്റെ ഒരു സമയമാണ്. ധൈര്യമായി ഏത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാൻ നിങ്ങൾക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്ന സമയമാണിത്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക്, മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ്. സൂര്യൻ ഇവിടെ ഒരു 5ാം ഭാവത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായി വലിയ സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാം. വ്യാപാരം ചെയ്യുന്നവർക്ക്, വ്യാപാരികൾക്ക്, വ്യവസായികൾക്കൊക്കെ നല്ലൊരു സമയമാണ്. ഒരു മാറ്റത്തിൻ്റെ, ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു കുതിപ്പിൻ്റെ, നമ്മൾ പറയാറുണ്ട് റോക്കറ്റ് പോലെ ഒരു കുതിപ്പെന്ന്. എത്രത്തോളം താഴ്ന്ന നിലയിലായിരുന്നു നിങ്ങളുടെ ബിസിനസ് ആണെങ്കിലും വളരെയധികം പ്രോഫിറ്റോടുകൂടി എത്തുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യ കൊണ്ട് വിജയമുണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വളരെയധികം ആദരവുകൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത. ഈ സമയം നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വിദ്യ കൊണ്ടുണ്ടാവുകയും അതുവഴി ടീച്ചേഴ്സിൻ്റെ ആയാലും നിങ്ങളുടെ സമൂഹത്തിൽ നിന്നും ആദരവ്, അംഗീകാരം ഇതൊക്കെ വന്നു ചേരുന്നതാണ്. പദവികൾ അലങ്കരിക്കാനുള്ള യോഗം അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാർക്കുണ്ടാകുന്നതാണ്. കടബാധ്യതകളിൽ നിന്ന് വളരെ വലിയൊരു മോചനം വന്നു ചേരും. ഒരുപാട് നാളെ സമാധാനം നഷ്ടപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം വന്നു ചേരും. ഗവൺമെൻറ് ഉദ്യോഗ ലബ്ധിയൊക്കെ ഈ ഒരു സമയം കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 മാസ കാലത്തിനുള്ളിൽ ഗവൺമെൻറ് ജോലിക്കുള്ള ഓഫറുകളൊക്കെ വന്നു ചേരുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 മാസം നിങ്ങൾ സൂര്യ നമസ്കാരമൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്, ഭഗവാൻ സൂര്യനെ വന്ദിക്കുന്നതുമൊക്കെ വളരെയധികം
മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുതരുന്നതാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാട്ടെ. അത് വളരെ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരും. ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രഷറുകൾ, ടെൻഷനുകൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മളിലേക്ക് അല്പം മാനസികമായിട്ടുള്ള ഒരു സമാധാനം കൊണ്ടുതരുന്നതിന് ഇതൊക്കെ സഹായിക്കും. ഇവിടെ കൂടാതെ നിങ്ങൾക്ക് സൂര്യൻ്റെ ഒരു മാറ്റം വളരെയധികം വലിയ തോതിൽ നിങ്ങളുടെ ജീവിതത്തെ കൂടി സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സൂര്യഭഗവാൻ ഈ ഒരു 3 മാസക്കാലമെങ്കിലും ആരാധിച്ചാൽ അത് ഇരട്ടി നേട്ടമായി നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. കാർത്തിക, രോഹിണി, മകീരം വരുന്ന ഇടവം രാശിക്കാർക്കും ശുഭകരമായ മാറ്റമാണ് സൂര്യൻ നടത്തിയിരിക്കുന്നത്. എങ്കിലും വാക്കുകളിൽ ഒരു സൂക്ഷ്മത പുലർത്തുക. വാക്കുകൾ പറയുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ വ്യക്തമാക്കി തരാം. നമുക്ക് പാലിക്കാൻ പറ്റാത്തതായ വാക്കുകൾ, അതായത് ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് പറയില്ലേ, നമ്മൾ ഇന്നത് തരാം അല്ലെങ്കിൽ ഇന്നത് ചെയ്തേക്കാം. അത് പ്രത്യേകിച്ച് ചില ദേവാലയങ്ങളിലൊക്കെ ചില ആളുകൾ ഇന്നത് ചെയ്തേക്കാം, അങ്ങനെ ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരിക്കാറുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള ചില വാക്കുകൾ കൊടുത്ത് അത് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ അത് നമുക്ക് ദോഷമായി മാറും. അതുകൊണ്ട് വാക്കുകളൊന്നും പാലിക്കാൻ പറ്റാത്തതായി അങ്ങനെയുള്ള, അതായത് ഞാൻ വ്യക്തമാക്കാം, നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ അത് സാമ്പത്തിക സ്ഥിതി കൊണ്ടായാലും അല്ലാതെ നിങ്ങൾക്കത് പാലിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വാക്ക് കൊടുക്കാതിരിക്കുക. കാരണം അത് പിന്നീട് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട്, നമ്മളുടെ ആ അഭിമാനത്തിന് തന്നെ ക്ഷതമുണ്ടാക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. പെട്ടെന്നുള്ള വികാര വിക്ഷോഭങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. ആത്മവിശ്വാസം വരുമ്പോൾ ഏതെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ തോന്നും. ചിലപ്പോൾ അത് കയ്യാങ്കളിയിലോട്ടൊക്കെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വികാര വിക്ഷോഭങ്ങളെ തൽക്കാലത്തേക്ക് നമ്മളൊന്ന് നിയന്ത്രിക്കേണ്ടതാണ്. ഏത് കാര്യത്തെയും കൃത്യമായി വിലയിരുത്തിയതിന് ശേഷം നമ്മുടെ അഭിപ്രായങ്ങൾ പറയുക. അതും നമ്മുടെ അഭിപ്രായം അവിടെ മാനിക്കപ്പെടുന്നുണ്ടോ എന്നതുകൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം. എടുത്തുചാട്ടം അല്പം ഒന്ന് കുറയ്ക്കണം എന്നതാണ് ചുരുക്ക രൂപത്തിൽ പറയാനുള്ളത്. കർമ്മനേട്ടം ഉണ്ടാകുന്ന സമയമാണ്. സൂര്യൻ്റെ ആ ഒരു ശുഭദൃഷ്ടി നിങ്ങളിൽ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു മാറ്റം ഉണ്ടാകുന്ന ഈ വേളയിൽ നമ്മളിൽ നിന്ന് ചില വാക്കുകൾ അറിഞ്ഞോ അറിയാതെയോ പുറപ്പെട്ടാൽ അത് തെറ്റായി ഭവിക്കും. അതുകൊണ്ടാണ് വാക്കുകളിൽ നിയന്ത്രണം വേണം, മിതത്വം വേണം എന്ന് പറയുന്നത്. പുതിയൊരു വാഹന യോഗമൊക്കെ കാണുന്നുണ്ട്. കൂടാതെ വസ്തുവകളൊക്കെ വാങ്ങാനുള്ള ഒരു ഭാഗ്യവും ഈ സമയത്ത് എത്തുന്നുണ്ട്. ശനിയുടെ ഒരു ദൃഷ്ടിയൊക്കെ ഉണ്ട്. അത് അല്പം ബുദ്ധിമുട്ടുകൾ നൽകുന്നെങ്കിലും ഇവിടെ സൂര്യൻ്റെ ശുഭദൃഷ്ടി അല്ലെങ്കിൽ സൂര്യൻ്റെ ശുഭഫലം നിങ്ങളിൽ എത്തിയിരിക്കുന്നതിനാൽ തന്നെ വേറൊരു ദോഷങ്ങളും ഈ 3 മാസ കാലയളവിൽ നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നൽകുകയില്ല. അപ്പോൾ ഇവിടെ വളരെയധികം നേട്ടമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. 3 മാസക്കാലം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഉയർച്ചയിലേക്ക് എത്താൻ ഭഗവാൻ സൂര്യൻ തന്നെ നിങ്ങളെ സഹായിക്കും. അങ്ങനെ ഒരു നല്ല സമയം തന്നെയാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും, ഉത്സാഹം വർദ്ധിക്കും, ചുറുചുറുക്ക് വർദ്ധിക്കും. നമ്മൾ പറയാറുണ്ട്, പോത്തുപോലെ 10 മണി വരെ കിടന്നുറങ്ങുന്ന ആളാണെങ്കിൽ പോലും ഈ പറഞ്ഞ 9 നക്ഷത്രക്കാരും നിങ്ങൾക്ക് ഒരു പ്രഭാതമാകുമ്പോഴേക്കും ഉണരണം, പല കാര്യങ്ങളും എനിക്ക് ചെയ്യാനുണ്ട് എന്ന തോന്നൽ നിങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരു മാറ്റത്തിൻ്റെ അങ്ങനെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി വലിയ ഒരു നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തുന്നത്. അപ്പോൾ ഈ ഒരു 3 മാസ കാലയളവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റാണ്. ഈ ഒരു ചിങ്ങം വരെയുള്ള ഒരു സമയം വളരെ ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്തും. ചെയ്യേണ്ടതായ സിമ്പിൾ കാര്യം ഭഗവാൻ സൂര്യനെ ഒന്ന് ആരാധിക്കുക. ഭഗവാനെ എന്നെ കാത്തോണെ എന്ന് നെഞ്ചത്ത് കൈവച്ച് ഒന്ന് സ്മരിച്ചു നോക്കി. ഈ പറയുന്ന 30 ദിവസത്തേക്ക് അതായത് 3 മാസം, 30 ദിവസമല്ല 3 മാസത്തേക്കെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കിയാട്ടെ. വളരെ വലിയൊരു ഭാഗ്യം നിങ്ങൾക്ക് അതുവഴി തന്നെ തേടിയെത്തുന്നതാണ്. നന്ദി.